ഹായ് എവ്രിവൺ. അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ചാപ്റ്റർ ബഹുത് ദിനോ കെ ബാദ് എന്ന് പറഞ്ഞ ഒരു കവിതയാണ്. ശ്രീ നാഗാർജുനാണ് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് കവിതയിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ബഹുത് ദിനോ കെ ബാദ് എന്ന് പറഞ്ഞാൽ ബഹുത്ത് എന്ന് പറയുമ്പം ഒരുപാട്, ദിൻ ദിവസങ്ങൾ, അപ്പോൾ ബഹുത് ദിനോ കെ ബാദ് ശേഷം, അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്നാണ് ഈ ഒരു കവിതയുടെ ടൈറ്റിലിന്റെ അർത്ഥം. बहुत दिनों के बाद अब की मैंने जी भर देखी पक्की सुनहली फसलों की मुस्कान. അപ്പം കവി പറയുന്നത് ബഹുത് ദിനോ കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അബ് കി മാനെ ജി ഭർ ദേഖി, ഇപ്പോഴാണ് മാനെ ജി ഭർ ദേഖി എന്ന് വെച്ചാൽ ജി എന്ന് പറഞ്ഞാൽ മനസ്സ്, ഞാൻ മനസ്സ് നിറയെ കണ്ടത് ഇപ്പോഴാണ്. എന്താണ് കണ്ടത്? പക്കി സുനഹലി ഫസലും കി മുസ്കാൻ. പക്കി സുനഹലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളഞ്ഞ സ്വർണ്ണ നിറത്തിലുള്ള ഫസൽ എന്ന് പറഞ്ഞാൽ ക്രോപ്സ്, അതിന്റെ മുസ്കാൻ. മുസ്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുഞ്ചിരി. അപ്പം ഇത്രയും നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഇപ്പോ മനസ്സ് നിറയെ കാണുകയാണ്. എന്താ കണ്ടത്? വിളഞ്ഞു നിൽക്കുന്ന ഫസലിന്റെ മുസ്കാൻ, പുഞ്ചിരിയാണ് അദ്ദേഹം കണ്ടത്. ബഹുത് ദിനോ കെ ബാദ് അബ് കി മൈ ജി ഭർ സുൻ പായ ദാൻ കൂട്ടി കിഷോരിയോ കി കോക്കിൽ കണ്ടി താൻ. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് അബ് കി മൈ ജി ഭർ സുൻ പായ, ഇപ്പോഴാണ് ഞാൻ മനസ്സ് നിറയെ കേൾക്കുന്നത്, ഇപ്പോഴാണ് എനിക്ക് മനസ്സ് നിറയെ കേൾക്കാൻ സാധിച്ചത്. ജി ഭർ സുൻ പായ എന്ന് വെച്ചാൽ മനസ്സ് നിറയെ, സുന്ന കേൾക്കുക, അപ്പം കേൾക്കാനായിട്ട് സാധിച്ചത്. ദാൻ കൂട്ടി കിഷോരിയോ കി കോക്കിൽ കണ്ടി താൻ. കോക്കിൽ കണ്ടി താൻ എന്ന് വെച്ചാൽ മധുരമായ ആ ശബ്ദം, സ്വരം എന്നാണ് അതിന്റെ അർത്ഥം. കിഷോരിയ എന്ന് വെച്ച് കഴിഞ്ഞാല് കുമാരികൾ. അതുപോലെ തന്നെ ദാൻ കൂട്ടി, അതായത് വിളവെടുക്കുന്ന സാധനങ്ങൾ മെതിക്കുക, അതായത് ഗോൾഡൻ കളറിൽ വിളഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയും ഗോതമ്പും അങ്ങനത്തെ സാധനങ്ങളാണല്ലോ. അപ്പൊ ഈ ക്രോപ്സ് ഇങ്ങനെ മെതിക്കുന്ന കിഷോരികളുടെ മധുരമായ ആ ഒരു ശബ്ദം അദ്ദേഹം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേൾക്കുന്നത് എന്നാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ബഹുത് ദിനോ കെ ബാദ് അബ് കി മാനെ ജി ഭർ സൂംഗെ മോൽസിരി കെ ഢേർ ഢേർ സെ താസെ ടട്കെ ഫൂൽ. അപ്പം അദ്ദേഹം പറയുന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ സ്മെല്ല് ചെയ്യുന്നത്. സൂങ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ല് ചെയ്യുക എന്നുള്ളതാണ്. സൂങ്ക്യ എന്ന് പറയുമ്പോൾ സ്മെൽ ചെയ്തത്, പാസ്റ്റ് ടെൻസിലേക്കാണ് വരുന്നത്. മോൽസിരി കെ ഢേർ ഢേർ സെ താസെ ടട്കെ ഫൂൽ. അപ്പം മോൽസിരി എന്ന് പറയുന്നത് ഇലഞ്ഞീനെയാണ്. ഈ ഇലഞ്ഞിയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് താഴെ വീണിട്ടുള്ള ആ പൂക്കള് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എനിക്ക് ഇന്നാണൊന്ന് സ്മെല്ല് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പം ഈ ഒരു 3 സ്റ്റാൻസ വായിച്ചപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസയിലാണെങ്കിൽ അദ്ദേഹം കേട്ട കാര്യങ്ങളെ കുറിച്ചിട്ട്, മൂന്നാമത്തെ സ്റ്റാൻസയിലാണെങ്കിൽ സ്മെല്ല് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത സ്റ്റാൻസകളിലൊക്കെ എന്തിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് നോക്കാട്ടോ. ബഹുത് ദിനോ കെ ബാദ് അബ് കി മൈ ജി ഭർ ഛൂ പായ. ഇപ്പൊ ഛൂന എന്ന് വെച്ചാൽ ടച്ച് ചെയ്യുക, സ്പർശിക്കുക, തൊടുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് എനിക്ക് സ്പർശിക്കാൻ കഴിഞ്ഞത്. എന്താണ് സ്പർശിച്ചത്? അപ്നി ഗവയി പകിടണ്ടി കി ചന്ദൻ വർണി ധൂൽ. അപ്നി ഗവയി എന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ ഗ്രാമത്തിലെ, ഗ്രാമീണമായിട്ടുള്ള, പകിടണ്ടിക്ക്, പകിടണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വഴി, ആ വഴിയിലെ ചന്ദൻ വർണി ധൂൽ. ധൂൽ എന്ന് വെച്ചാൽ എന്താണ്? പൊടി. അവിടുത്തെ ആ ചന്ദന നിറത്തിലുള്ള ആ ഒരു മണ്ണ് അല്ലെങ്കിൽ പൊടി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്കൊന്ന് സ്പർശിക്കാനായിട്ട് കഴിഞ്ഞത് എന്നാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. അടുത്ത സ്റ്റാൻസയിൽ ബഹുത് ദിനോ കെ ബാദ് അബ് കി മാനെ ജി ഭർ താലം ഖാന ഖായ ഗന്നെ ചൂസെ ജീബർ. അടുത്തതായിട്ട് അദ്ദേഹം ടേസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപാട് ദിവസത്തിന് ശേഷം ഞാൻ ഇന്നാണ് എന്ത് ചെയ്തത്? താലം ഖാന ഖായ. താലം ഖാന എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അപ്പം അത് അദ്ദേഹം കഴിച്ചത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ്. അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടിയും ചെയ്തു. ഗന്നെ ചൂസെ ജീബർ, മനസ്സ് നിറയെ കരിമ്പും
ചൂസ്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചവച്ച് ചപ്പി കുടിക്കുക പറയില്ല, അതിന്റെ സത്ത് ഇങ്ങനെ കടിച്ചെടുത്ത് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക, അതിനാണ് പറയുന്നത്. അപ്പം ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കൂടുതലും ആൾക്കാർ ഈ കരിമ്പൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ ഏകാദശിയൊക്കെ വരുമ്പോൾ, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലെ പൂരങ്ങൾക്കും പെരുന്നാളിനൊക്കെ ഉണ്ടായിരിക്കും ഈ കരിമ്പ്. അപ്പോൾ ഈ കരിമ്പ് ഇങ്ങനെ വാങ്ങിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഇങ്ങനെ അത് കടിച്ചുകൊണ്ട് ചപ്പി നടക്കുക എന്ന് പറയുന്നത് ഒരു രസമുള്ള കാര്യമായിരുന്നു കുറേ നാൾ മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം അധികം കാണാനായിട്ടില്ല. കുറേയൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ കുറഞ്ഞു വരികയാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ എന്താണോ പറയുന്നത് അതുപോലെ തന്നെയാണ് കവിയും പറയുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്നപ്പം അദ്ദേഹത്തിന് പഴയ കുറേ കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കാന്ന് വിചാരിക്കൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അതാണ് അദ്ദേഹം ഒരുപാട് മനസ്സ് നിറഞ്ഞ് ചെയ്തു എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത് ബഹുത് ദിനോ കെ ബാദ് അബ് കി മാനെ ജി ഭർ ഭോഗെ. ജി ഭർ ഭോഗ്ന എന്ന് വെച്ചാൽ മനസ്സ് നിറയെ അനുഭവിച്ചു. ഗന്ധ് രൂപ് രസ് ശബ്ദ സ്പർശ സബ് സാത്ത് ഇസ് ഭൂപ്പർ. അപ്പം ഇത്രയും നേരം പറഞ്ഞ എല്ലാ ഫീലിങ്സിനെയും സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻസാണിത്. അവസാനത്തെ വരിയിൽ അദ്ദേഹം പറയുന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് അനുഭവിക്കാൻ വേണ്ടി പറ്റിയത്. എന്തൊക്കെയാണ്? ഈ ഭൂമിയിലെ ഗന്ധ് സുഗന്ധം, അതുപോലെ തന്നെ രൂപ് രസ് ശബ്ദ രൂപ്, അതുപോലെ തന്നെ രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യൂസ്, നേരത്തെ ഗന്ന കഴിച്ചുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞില്ലേ, അതാണ് രസിന്റെ കാര്യം പറയുന്നത്. ശബ്ദം, അതുപോലെ തന്നെ എന്താണ് സ്പർശിക്കുക, ടച്ച്. ഇതെല്ലാം ഈ ഭൂമിയിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് അനുഭവിക്കാനായിട്ട് പറ്റിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കവിതയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.